ഞാനിപ്പോ വയനാട് സുൽത്താൻ ബത്തേരിയിലാണ്. ഒരു ഒന്നൊന്നര കല്യാണം കൂടാൻ വന്ന കേട്ടോ, ഒരു സംഭവം കല്യാണം. അപ്പൊ എന്നാ നമ്മൾ കല്യാണത്തിന് പോയേക്കോ. കല്യാണം നടക്കുന്നത് വയനാട്ടുകാരെ സ്വന്തം സുൽത്താൻ ബത്തേരിയിലെ ഗ്രീൻ ഹിൽ സ്കൂളിലാട്ടോ. ആ സ്കൂളിന്റെ മുറ്റത്താണ് പരിപാടി നടക്കുന്നത്. പരിപാടികൾ കയറി ചെന്നു, പന്തൽ കണ്ട് കണ്ണങ്ങൾ തള്ളിപ്പോയി. കല്യാണം ആയിരുന്ന വെച്ചാൽ നമ്മളെ വാലുമൽ ജ്വല്ലറി ഗ്രീൻ ഹിൽ സ്കൂളിന്റെ ഓണറായ സുരേട്ടന്റെ മോന്റെ കല്യാണം കേട്ടോ. അപ്പൊ സുരേട്ടന്റെ മോനെ എല്ലാവരും കണ്ടിട്ട് നമുക്ക് കല്യാണത്തിന്റെ വിഷയങ്ങൾ തുടങ്ങാം. തലേ ദിവസത്തെ അമ്പലത്തിൽ താലികെട്ട് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേകൾ കാണിച്ചു വലിയ സ്ക്രീനിലിട്ടോ. പക്ഷേ പന്തല ഒരു രക്ഷയില്ല മക്കളെ. ഡെക്കറേഷനൊക്കെ നമുക്ക് നേരെ ഫുഡിന് എടുക്കുക. നമ്മളെ ഏരിയ അവിടെയാണല്ലോ. അവിടെ ചെമ്മീൻ കൂട്ടിയിട്ട് അങ്ങനെ തവമങ്ങനെ പൊരിച്ച് കൂട്ടുണ്ടേ. ആ തവമ നെയ്മീനൊക്കെ അങ്ങനെ കിടക്കണം. എടുത്തിങ്ങനെ കഴിക്കാവുന്നു. പക്ഷേ നമുക്ക് ആക്രാന്തം പാടില്ല. കുട്ടി പൊറാട്ടൊക്കെ അങ്ങനെ ചെമ്പിലുണ്ടേ. പിന്നെ കബാബ്, ടിക്ക, കോഴി പൊരിച്ച സ്റ്റാർട്ടർ, അങ്ങനെ അത്. അപ്പോൾ ഈ പരിപാടിൻ്റെ ഫുഡ് ഇവൻ്റെ കാരാ ചെയ്തിക്കണോ ചോദിച്ചാൽ 10-20 കൊല്ലമായിട്ട് പാരമ്പര്യ കാലിക്കറ്റ് ചില്ലീസ് എന്ന ടീമാണ്. അതാണ് ഇബ്രാഹിം കാലിക്കറ്റ് ചില്ലീസിനെ മൂപ്പരത് ചെയ്തിരിക്കണം കേട്ടോ. കല്യാണം കണ്ട് പൊടി പൊടിച്ച പരിപാടി. കല്യാണം മാത്രമല്ല, ഫുഡ് മാത്രമല്ല, ഇവൻ്റ് കാര്യം ഡെക്കറേഷനൊക്കെ ഉണ്ടല്ലോ, ശരിക്കും അവിടെ ലക്ഷറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കബാബൊക്കെ അങ്ങനെ തൂക്കിയിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ നടത്തുന്ന സംഭവമാണ് ഈ കല്യാണം. അപ്പോൾ അത് അത്രക്കും മെമ്മറബിളായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യണം ശരിക്കും. വെൽക്കം ഡ്രിങ്ക് നമ്മൾ കുടിക്കരുത് കേട്ടോ. ആരും വെൽക്കം ഡ്രിങ്ക് ആദ്യം കുടിക്കരുത്. നമുക്ക് ലാസ്റ്റ് കുടിക്കുക. പാനിപ്പൂരി ഇല്ലാത്ത സംഭവമൊന്നുമില്ല. ഡെസേർട്ട് കൗണ്ടറൊക്കെ സെറ്റ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നോക്കണം. അത് നല്ല കേട്ടോ. അറേഞ്ച്മെന്റ്സും ഒക്കെ കാലിക്കറ്റ് ചില്ലീസ് ഞെട്ടിക്കൊണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു പാവം പ്ലേറ്റ് പാത്രം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബൊഫേ കൗണ്ടറിൽ പൊറാട്ട എടുക്കണ്ട. പൊറാട്ട എടുത്താൽ നല്ല വയറ് നല്ല കനയിക്കുക. അപ്പോൾ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. അപ്പം എടുക്കുക. പിന്നെ ഫിഷ് മോളി പാത്രങ്ങളൊക്കെ സെറ്റിംഗ് ഒക്കെ രക്ഷയുണ്ടോ, ലക്ഷറിയാണ്. അപ്പോൾ നമുക്ക് വേണ്ട സാധനം മാത്രം എടുത്തിട്ടോ. അല്ല മട്ടൻ്റെ മസാല കുറേ കൂടെ എടുത്തിട്ടോ. ഒരുപാട് മട്ടൻ ബിരിയാണി കാറ്ററിങ്ങിൽ കഴിച്ചിട്ടുണ്ട്. കബാബ്, പിന്നെ മീൻ പൊരിച്ച്, ചെമ്മീനൊക്കെ അങ്ങനെ കൂട്ടിയെടുക്കുന്ന പ്ലേറ്റിൽ. പിന്നെ അതാ മീൻ പൊരിച്ചിട്ടുണ്ട്. പക്ഷേ മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മട്ടൻ ബിരിയാണി കേട്ടോ. കാറ്ററിങ്ങിൽ കഴിച്ച് ഒരുപാട് മട്ടൻ ബിരിയാണി കഴിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഇഷ്ടം ഇതാണ് മക്കളെ. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്. കാലിക്കറ്റ് ചില്ലീസിൻ്റെ മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ. കാറ്ററിംഗ് കല്യാണമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഏൽപ്പിച്ച വലിയ പൊടി പൊടിക്കുക വേറെ കാര്യം. മട്ടൻ്റെ ഒക്കെ നല്ല പീസ് എന്തായാലും കിട്ടണ്ട കഴിക്കുമ്പോൾ ബിരിയാണിയിൽ. എന്നാലും നമുക്ക് എല്ലാ കിടത്തും നല്ല പീസിൻ്റെ ഉള്ളിൽ ആ മജ്ജൊക്കെ എങ്ങനെ കിട്ടുകയുള്ളൂ കേട്ടോ. അങ്ങനെ ക്ലീൻ ആക്കണം ബിരിയാണി മക്കളെ. മസ്റ്റ് ട്രൈ ആണ്. പിന്നെ കബാബ് എല്ലാം ഒരു രക്ഷയില്ല. അപ്പം ലാസ്റ്റ് വേണമെങ്കിൽ വിലക്കറി കുടിക്കാം കേട്ടോ. ആദ്യം കുടിച്ചാൽ നമുക്ക് ചതിക്കുഴി പെടാം. നമുക്ക് ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല. പിന്നെ അതാ കുറച്ച് നേരം ഇങ്ങനെ നോക്കി ഡെസേർട്ട് കഴിക്കണം. ഡെസേർട്ടിൻ്റെ അവിടെ നോക്കുമ്പോണ്ടല്ലോ, ലോകത്തിലെ ജനങ്ങൾ മൊത്തം അവിടെ ഉണ്ട്. അമ്മാതിരി ജനക്കൂട്ടാണ് ഡെസേർട്ടിൻ്റെ അവിടെ. അമ്മക്കത് കിട്ടാത്തൊരു സങ്കടം. അവിടെ കണ്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി തിരക്ക്. അപ്പോൾ അത് കഴിച്ചില്ല. പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒരു ഗ്ലാസ് കൂടി കുടിച്ചു. ആ ഒരു സങ്കടം തീർക്കാൻ മധുരല്ല എന്തേലും വേണ്ടായിരുന്നിട്ട് അങ്ങനെ അങ്ങോട്ട് കുടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു മക്കളെ. അപ്പോൾ അവസാനം സുരേട്ടനെയും മോനെയും എല്ലാവരും കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ പരിപാടിക്ക് എങ്കേമാക്കി കാലിക്കറ്റ് ചില്ലീസ് കേട്ടോ. അറേഞ്ച്മെൻറ്റ്സാണ് ഒരു രക്ഷയില്ലാത്ത മക്കളെ, ഒരു രക്ഷയില്ല. കാരണം ഫുഡും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാറ് സെറ്റപ്പാക്കി ചെയ്യണം. ഇത് കുറച്ച് ഭാഗങ്ങൾ കണ്ടോക്കി. അപ്പം എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ. അപ്പം കാലിക്കറ്റ് ചില്ലീസ് കാറ്ററിംഗ് കേട്ടോ. എന്നാൽ ശരി.